ഹലോ ഗായ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കലേ? അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അത്ര വലിയ സൺഡേ വ്ളോഗൊന്നുമില്ല. അന്ന് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കാണിക്കാമെന്ന് വെച്ചു. രാവിലെ നീച്ച് വന്നപ്പോൾ ഇതാണ് എൻ്റെ ഡെസ്കിൻ്റെ അവസ്ഥ. അതൊന്ന് ക്ലീൻ ആക്കിയ ശേഷം ഈ ഒരു ഹൗസ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. ഇത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അധികം വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം നേരെ പോയത് ക്രാഫ്റ്റ് ചെയ്യാനായിട്ടാണ്. അതിന് മുമ്പ് എനിക്കൊരു കൊറിയർ വന്നു. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഫെയറി ലൈറ്റാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഞാനിതൊക്കെ സെറ്റാക്കിയത്. വോയിസ് ഓവർ കൊടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഈ ഒരാഴ്ച സൺഡേ ആണ് ഇതൊക്കെ സെറ്റാക്കി എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫെയറി ലൈറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അടിപൊളി കളറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ കടയിൽ അന്വേഷിച്ച് നടന്നതാണ്, പക്ഷെ കിട്ടിയില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ക്രിസ്മസിനൊക്കെ കുറേ ഫെയർ ലൈറ്റ് എനിക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ 2 വന്നിട്ടുള്ളൂ. ഇനി ഓർഡർ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്യണം. അങ്ങനെ ഫെയറി ലൈറ്റ് ഹൗസിൽ വെച്ചെടുത്തപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക്. എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാനായിട്ട് മറക്കല്ലേ. ക്രിസ്മസ് ആയതുകൊണ്ട് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് വല്ലാത്ത മൂടിയിരുന്നു. പക്ഷേ എക്സാം കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആകെ ഇത്ര പോലെ തരികിട പരിപാടി എന്നല്ലാണ്ട് വേറൊന്നുമില്ല. എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ, ഇനി നമുക്ക് ക്രാഫ്റ്റിലേക്ക് കടക്കാം. ഇത് ഞാൻ ചെയ്തൊരു കളറിംഗ് ആണ്. ഇതെങ്ങനെയുണ്ടെന്നുള്ളത് പറയണേ. അതും നമ്മുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ക്രാഫ്റ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു തീമിലാണ് ഞാൻ വരയ്ക്കുന്നത്. ഇത് എന്ത് കേട്ടാന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. അങ്ങനെ അത് 2 മടക്കിയ ശേഷം ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ പെയിൻറ് ഇല്ലായിരുന്നു. ഞാനൊന്ന് ഉണ്ടാക്കിയിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതൊന്ന് ഡയറക്റ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഈ ബാക്കിയുള്ള പീസ് വെച്ചിട്ടാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്രാഫ്റ്റിന് ഒരു A4 മാത്രം മതി. ബാക്കിയുള്ള സംഭവമൊക്കെ സെറ്റാക്കി എടുക്കാനായിട്ട്. പിന്നെ ഒരു പശ മാത്രം മതി. ഈ രാവിലെ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് കുറേ പണിയാണ്. കുറേ കാക്കകളുടെ അങ്ങനെ കരയാണ്. അത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണ്. എന്നാലും ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. ബാക്കി പരിപാടിയൊക്കെ ചെയ്തു. ഈ സംഭവം ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഒന്നെങ്കിൽ ബ്ലേഡ് എടുക്കുക, അല്ലെങ്കിൽ കത്രിക എടുക്കുക. ഏറ്റവും കൂടുതൽ ബ്ലേഡ് ആയിരിക്കും യൂസ്ഫുൾ ആയിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോസ് എടുത്തിട്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതാണ് ആദ്യം ചെയ്തത്. എന്നിട്ടാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റിലോട്ട് പിന്നെ പോയത്. അപ്പോൾ കുറേ ക്രിസ്മസിൻ്റെ കുറേ ക്രാഫ്റ്റ് ചെയ്തൊക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കാണണേ. പിന്നെ ഒരു കാര്യം, എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, ആരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുന്നില്ല. അതൊക്കെ ഒഴിവാക്കി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. പറഞ്ഞ് നമ്മുടെ വിഷയത്തിൽ നിന്നൊന്ന് തെന്നി മാറിയിട്ടുണ്ട്. സംഭവം ഇതുപോലെ ആക്കി ഞാൻ എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് വേറൊരു പീസിലും കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ വേഗം മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അടുത്ത ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫോട്ടോ ഫ്രെയിമാണ്. ഇതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെയ്യാൻ നോക്കിയത് ഞാൻ ഈ ഒരു സ്കെച്ച് വെച്ചിട്ട് ഒരു ആർട്ടാണ്. അത് നമ്മൾ ക്രിസ്മസ് തീമിലാണ് ചെയ്യാൻ പോകുന്നത്. ഈ സ്കെച്ച് വെച്ചിട്ട് അധികം ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ക്രിസ്മസ് തീമിലുള്ള ആർട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ഫോട്ടോ എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. പിന്നെ ഇത് എൻ്റെ നോട്ട്ബുക്ക് തുറന്നു നോക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ അവൾ ചെയ്തു തന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തുള്ള പേജാണ് എടുക്കുന്നത് ആർട്ട് ചെയ്യാനായിട്ട്. സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിലത് മാത്രം ഞാൻ ഷോർട്സിലൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. സ്കെയിൽ വെച്ചിട്ടൊന്ന് ഗ്രിഡ് ലൈൻ ഒന്ന് വരച്ച് കൊടുത്താൽ മാത്രം മതി. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം വരയ്ക്കാനായിട്ട്. എന്നിട്ട് ഓരോ സൈഡും നമുക്ക് റെഡ് വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കണം. ഈ മൂടി ഓപ്പൺ ചെയ്യാനായിട്ട് ഭയങ്കര ടാസ്ക്കാണ്. ഭയങ്കര ടൈറ്റായിരുന്നു. ഇതിൻ്റെ 2 ഭാഗവും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്നിട്ടാണ് ഇതുപോലെ ഒന്നാക്കിയെടുക്കുന്നത്. എന്നിട്ട് ഓരോ സ്ഥലവും ഇങ്ങനെ ഒന്നൊന്നായിട്ടാണ് കളർ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെയാണ് കളർ ചെയ്തെടുക്കുന്നത്. ഓരോന്നും ഓരോരോ ഗ്യാപ്പായിട്ട് വേണം. ഒന്ന് ചെയ്തതിന് അപ്പുറത്തെ അടിയിൽ വേറൊരു സ്ഥലത്ത് വേണം ചെയ്യാനായിട്ട്. സ്കെച്ച് ഇല്ലാത്തവരാണെങ്കിൽ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പെയിൻ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് കളർ ചെയ്തെടുക്കാനായിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും ഞാൻ അടുത്തുണ്ടാവും. ഇത് മാറി പോകാതിരിക്കാൻ വേണ്ടി കുറേയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെ ചെയ്യേണ്ടി വരും. അങ്ങനെ ഫുള്ളാക്കി റെഡ് വെച്ച് ഫുള്ളാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ്നറാണ്. അത് ഞാനത് വർക്കിംഗ് ആണൊക്കെ നോക്കുന്നുണ്ട്. റെഡ് വെച്ചിട്ട് ചെറിയൊരു ഔട്ട്ലൈനും കൂടി വരച്ചെടുക്കാനുണ്ട്. എന്നിട്ടാണ് ഞാൻ വൈറ്റ്നർ യൂസ് ചെയ്യുന്നത്. എക്സാമിന് മുമ്പായിട്ടൊരു ലോങ് വീഡിയോ ഇടണം പറഞ്ഞതായിരുന്നു. എന്തായാലും കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ ഇതന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എക്സാംസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഷോർട്സിൽ കുറേ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാംസ് കഴിഞ്ഞ ശേഷം ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇനി നിങ്ങൾ വൈറ്റ്നറൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ഈ സൈഡ് അങ്ങനെ സൈഡ് എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഓക്കെ, ബൈ.